നിങ്ങൾക്ക് ഉപരി പഠനത്തിന് പണം ഇല്ലെങ്കിൽ നിങ്ങൾ പിതാവിൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കണം. പിതാവ് ആരുടെ എന്തെങ്കിലും മേടിച്ച് തരാം. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ ഈ 95 മുകളിലുള്ളവർ കുറവായിരിക്കും. പിന്നെ അങ്ങനെയുള്ളവർക്ക് നമ്മളിത് മേടിച്ചു കൊടുക്കേണ്ട കാര്യമില്ലായിരിക്കും, അവർക്ക് തന്നെ എവിടെയെങ്കിലുമൊക്കെ കിട്ടും. ഏതായാലും പിറ്റേ ദിവസം എൻ്റെ സെക്രട്ടറി പറഞ്ഞു, അതിരാവിലെ 8 മണിക്ക് ഒരു ചെറുപ്പക്കാരൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അതിരാവിലെ 8 മണിക്കും പിതാവ് ആർക്കെങ്കിലും കാശ് കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഇന്നലെ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. അവൻ പറഞ്ഞു, കാശ് റെഡിയാക്കി വെച്ചേക്കണം, വരുന്നുണ്ട്. അവന് 7:45 അവിടെ വന്നിരിക്കുക. ഞാൻ കാപ്പ് ഓടിച്ച് വരുന്നതിന് മുമ്പ് അവനോട് എത്തി. അവൻ പറഞ്ഞു, പിതാവ് ഇന്നലെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പിതാവിനെ ഇന്നലെ കേട്ടത്. പിതാവ് പറഞ്ഞില്ലേ, പഠിക്കാൻ കഴിവുള്ളവർക്ക് നല്ല പൈസ ഒക്കെ തരാം ഉപരിപഠനത്തിന്. ഞാൻ പറഞ്ഞു, നിനക്ക് എത്ര മാർക്ക്? എനിക്ക് 98% മാർക്കുണ്ട്. നിനക്ക് എന്തേരം പൈസ വേണം? എനിക്ക് 40 ലക്ഷം രൂപ മതി. എന്തിനാ? അവന് കാനഡയ്ക്ക് പോകാനാ. ഞാൻ പറഞ്ഞു, മോനെ, പിതാവ് കാനഡ എന്നല്ല ഉദ്ദേശിച്ചത്, കേരള എന്നാണ് ഉദ്ദേശിച്ചത്. സ്പെല്ലിങ് മാറിപ്പോയതാണ്. കേരള. അവിടെ ഞാൻ പറയാം, കേരളയിൽ ആർക്ക് പഠിക്കണം പിതാവേ? ഇവിടെയൊക്കെ പഠിച്ച പല ഗുണമുണ്ടോ? ഇവിടെ എന്നാ ജോലി കിട്ടും? കാനഡയിൽ പോയ പിതാവിന് വേണ്ടി ഞാൻ ആ കാശ് തിരിച്ചു തരാം.